അപ്പം നമ്മൾ ഗൈരിൽ മഗ്ദൂബി അലൈഹിം അലൈഹിം എടുത്താണല്ലോ, അവിടം വരെയാണ് നമുക്ക് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ഇനി നമുക്ക് ഇനി ഒരൊറ്റ വാക്കും കൂടെ ഉള്ളൂ ഫാത്തിഹ തീരാൻ. ഏതാണ്? വലദ്ദാല്ലീൻ എന്നുള്ളത് അല്ലേ? കാണുന്നുണ്ടോ? ഇവിടെ നോക്കിക്കോളി, ഇതിനകത്ത് ആകെ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം, ഒരു അക്ഷരമാണ് ശ്രദ്ധിക്കേണ്ടത്. ഏതായിരിക്കും? ഈ ളാദ് എന്നുള്ള അക്ഷരമാണ്. ഇവിടെ 2-3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഷദ്ദുള്ള അക്ഷരം എത്ര അക്ഷരങ്ങളുടെ സ്ഥാനത്താണ്? 2 അക്ഷരങ്ങളുടെ സ്ഥാനത്താണ്. അത് 2, 3 ആയാലും പ്രശ്നമാണ്, 4 ആയാലൊക്കെ പ്രശ്നമാണ്. 2-ൽ തന്നെ നിൽക്കണം. വലദ്ദാല്ലിന്നില്ല. ളാദിന് കട്ടി ഉണ്ട്, പക്ഷേ എത്ര കട്ടിയുള്ളൂ? 2 അക്ഷരത്തിൻ്റെ സ്ഥാനം മാത്രമേ ഉള്ളൂ. ഏതുപോലെ? വലദ്ദാ, അത്രേ ഉള്ളൂ. അവിടെ എന്ത് ചെയ്തു? വലദ്ദാന്നാവരുത്. ഓക്കെ, അത് ക്ലിയർ ആയോ? ളാദ് പറയേണ്ടത് എവിടെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച മഗ്ദൂബിയിൽ കൃത്യമായിട്ട് പറഞ്ഞാണ്. ളാദ് പറയുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കേണ്ടത്? ഈ വൈബ്രേഷൻ ശ്രദ്ധിക്കണം. നാവിൻ്റെ ആ അരികെ എന്ത് ചെയ്യണം? മുകളിൽ തട്ടി നിൽക്കണം. ആ അണപ്പല്ലുകളുടെ ആ ഭാഗത്ത് തട്ടി നിൽക്കണം. ഓക്കെ, വലവ് എന്ന് പറഞ്ഞു നോക്കിയേ. വലവ്, ആദ്യം വലവ് എന്ന് മാത്രം പറയാം. വലവ്, ഇവിടെ വൈബ്രേഷൻ വരുന്നുണ്ടോ നോക്കുക, അത് കൈ വെച്ചിട്ട്. വല്ലാതെ എന്ത് ചെയ്യും? വെറുതെ വീർപ്പിക്കലല്ല, നാക്ക് വെക്കേണ്ട സ്ഥലത്ത് വെച്ചിട്ട് എന്ത് ചെയ്യണം? വീർപ്പിക്കണം. വലദ്ദാ, വലദ്ദാ. 2 സൈഡ് ആക്കുന്നതിനും ഒരു സൈഡ് ആക്കിയാലും കുഴപ്പമില്ല. 2 രീതിയിൽ വാദുന്ന ഉച്ചാരണത്തിന് എങ്ങനെ ഉച്ചരിക്കണം എന്നുള്ളതിൽ ഈ പറഞ്ഞ പോലെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ആൾക്കാർ പറഞ്ഞ ഒരു സൈഡ് ആയാലും മതി, 2 സൈഡ് ആയാലും കുഴപ്പമില്ല. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആകുന്നത് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ചില ആൾക്കാർക്ക് ഒരു സൈഡ് കൊണ്ട് പറയുമ്പോൾ ക്ലിയർ ആകണമെങ്കിൽ ഓക്കെ, അത് മതി. അപ്പോഴും നമ്മൾ നാക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ ടച്ച് ആകുന്നുണ്ടാവും. ഇവിടെ വീർപ്പിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറയുന്നത്. ഇവിടെ ഞാൻ വലദ്ദാ, എൻ്റെ 2 വീർക്കുന്നുണ്ടല്ലോ. ആ വീർപ്പിക്ക ലാവിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് കൂടുതലാവുകയുള്ളൂ. പ്രവേശം വരുന്നില്ല. വരുന്നുണ്ടല്ലോ, നിങ്ങൾ നേരത്തെ പറഞ്ഞ കറക്റ്റ് അല്ലേ? ഉണ്ടല്ലോ, മതി. അങ്ങനെ ചില ആൾക്കാർ അങ്ങനെ പറ്റും. ഒന്ന് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു നോക്കിയേ. അത്രയൊന്നും വേണ്ട പടച്ചോനെ, ചെറിയ രീതിയിൽ മതി. നിങ്ങൾ ബലൂൺ വീർപ്പിക്കാൻ നിന്നാ ശരിയാ. നേരത്തെ നിങ്ങൾ ഗൈരിൽ മഗ്ദൂബി പറഞ്ഞേ, മഗ്ദൂബി പറഞ്ഞില്ലേ? അതേ വാ തന്നെ ഇവിടെ ഉള്ളത്. അസ്സലാമു അലൈക്കും വബറകാതുഹു. വലദ്ദാ. ഇനി ഇതാണ് വാദിൻ്റെ ഉച്ചാരണമാണ് ഒന്ന്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം, വാദിനെ നീട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ സാധാരണ നീട്ടുന്ന അളവിൽ നീട്ടിയാൽ പോരാ. ഇവിടുത്തെ മദ്ദിൻ്റെ പേര് മദ്ദുൽ ലാസിം എന്നാണ്. അതിപ്പോൾ നിങ്ങൾ മദ്ദിൻ്റെ പേരൊന്നും പറയണ്ട, അതൊന്നും പഠിക്കണ്ട. ഇത് സാധാരണ നമ്മൾ നീട്ടുന്നതിനേക്കാട്ടിലൊക്കെ നീട്ടണം. സാധാരണ നീട്ടുന്നതിനേക്കാളൊക്കെ നീട്ടണം. അപ്പം എങ്ങനെ? ഉദാഹരണത്തിന് ഞാൻ പറയാം. വലദ്ദാല്ലീൻ. ഇപ്പം ഞാൻ നീട്ടിയ തരത്തിൽ 6 ഹർക്കത്തോളം നീട്ടണം എന്നാണ് മുഖത്തിൻ്റെ സ്പീഡ് അനുസരിച്ച്. കുറച്ചധികം നീട്ടുക, മനസ്സിലായില്ലേ? സാധാരണ നമ്മൾ നീട്ടുന്ന പോലെ ഒന്നും നീട്ടിയാൽ പോരാ. നമ്മൾ ഇടയ്ക്ക് പൊതുവെ കോമൺ ആയിട്ട് വരുന്ന മദ് ഏതൊക്കെയാണെന്ന് അറിയോ? മദ് മുത്തസിലും മദ് മുൻഫസിലൊക്കെയാണ്. അവിടെയൊക്കെ നമ്മൾ കുറച്ച് ഇതാണ് ഒരു അലിഫ് നീട്ടുന്നതിന് പകരം ഒരു 2 അലിഫൊക്കെയാണ് നീട്ടുന്നതെങ്കിൽ ഇവിടെ എത്ര നീട്ടണം? ഒരു 6 അലിഫല്ല, 6 ഹർക്കത്ത്, ഒരു 3 അലിഫിൻ്റെ അളവൊക്കെ നീട്ടണം. അപ്പം നമ്മളിപ്പോൾ അത് കറക്റ്റ് നോക്കുന്നില്ലെങ്കിലും ഒരു സാധാരണ നീട്ടിനൊക്കെ കുറച്ചും കൂടെ നീട്ടുക. ഓക്കെ, എങ്ങനെ ഒന്ന് പറയുക? വലദ്ദാല്ലീൻ. ഓക്കെ, അപ്പം ഒന്ന് വാദിൻ്റെ ഉച്ചാരണം ശരിയാക്കണം, 2 നീട്ടുന്നത് എന്ത് ചെയ്യണം? കുറയ്ക്കാൻ പാടില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ചില ആൾക്കാർ വർക്ക് അയച്ച കൂട്ടത്തിൽ വേണ്ട രീതിയിൽ എന്ത് ചെയ്തിട്ടില്ല, നീട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളത് പഠിപ്പിക്കാത്തതുകൊണ്ടാണ് എന്ത് ചെയ്തിരുന്നത്, വെറുതെ വിട്ടി. ഇനി നമ്മൾ ഓതുമ്പോൾ എന്ത് ചെയ്യണം? ഈ നീട്ടലും കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ അന്ന് പറഞ്ഞിരുന്നു, ഇതാണ് മദ് നീട്ടുന്നതിന് 3 കാരണങ്ങളാണ്. ഹുറൂഫുൽ മദ്ദിന് ശേഷം ഒന്നുകിൽ എന്ത് വരണം? അലിഫല്ല, ഹുറൂഫുൽ മദ്ദാണ് അലിഫ്. ഇവിടെ 3 കാരണങ്ങളാണ് പറഞ്ഞിരുന്നത്. ഒന്ന് ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസ വരികയോ
ഷദ് വരികയോ സുക്കൂൻ വരികയോ ചെയ്താൽ, ഇവിടെ നോക്കിയ ഹുറൂഫുൽ മദ് ഏതാണ്? ള എന്ന് പറയുമ്പോൾ ഫതഹിന് ശേഷം അലിഫ് വന്നിട്ടില്ലേ അല്ലേ? ഇതൊരു ഹുറൂഫുൽ മദ്ദായി. ഈ ഹുറൂഫുൽ മദ്ദിന് ശേഷം എന്ത് വന്നിട്ടുണ്ട്? ഷദ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ മദ് പരിധിയിലധികം നീട്ടുന്നത്. സാധാരണ ഹുറൂഫുൽ മദ് എത്ര നീട്ടൽ? ഒരലിഫ് നീട്ടുന്നുണ്ട്. ഒരലിഫിനേക്കാൾ കൂടുതൽ നീട്ടുന്നത് ഈ മൂന്നാലൊരു കാരണത്തിൻ്റെ പേരിലായിരിക്കും. ഏതൊക്കെയാ? ആ ഹുറൂഫുൽ മദ്ദിന് ശേഷം ഒന്നെങ്കിൽ ഹംസ വരികയോ സുക്കൂൻ വരികയോ ഷദ് വരികയോ ചെയ്താൽ. അതിന് സാധാരണ നീട്ടുന്ന വെച്ചാൽ ഒരലിഫല്ല, രണ്ടലിഫിൻ്റെ. അതാ പറഞ്ഞ് ഇവിടെ അതാ ഈ മദ്ദിൻ്റെ പേര് മദ്ദുൽ ലാസിം എന്നാണ് പറയുക. എന്തുകൊണ്ട് മദ്ദുൽ ലാസിം എന്ന് പറയുന്നു? അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ പഠിക്കാം. ഇപ്പം അത് പഠിച്ച് അത് വ്യത്യാസമുണ്ട്. മദ് മുത്തസിലാണെങ്കിൽ ഒരു അളവ് മദ് മുൻഫസിലാണെങ്കിൽ ഏതുപോലെ? ഉദാഹരണത്തിന് ഉലായിക ഒമാ അൻസൽന ഉണ്ട്, അതിനേക്കാൾ നീട്ടണം. ഇവിടെ നീട്ടണം. ഓക്കെ അല്ല, ഇവിടെ വന്നിരിക്കുന്ന കാരണം എന്താ? ഒമാ അൻസൽന, അതിൽ ഹംസയാണ് വന്നിരിക്കുന്നത്. ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസ വന്നു. ഞാൻ ഇപ്പം പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. എന്ത്? സാധാരണ ഹുറൂഫുൽ മദ്ദുകൾ ഒരലിഫല്ലേ നീട്ടല്? ഒരലിഫിനേക്കാൾ കൂടുതൽ നീട്ടണം എന്നുണ്ടെങ്കിൽ ആ ഹുറൂഫുൽ മദ്ദിന് ശേഷം ഒന്നുകിൽ ഹംസ വേണം, സുക്കൂൻ വേണം, ഷദ് വേണം. ഹംസ വരുമ്പോഴുള്ള അളവല്ല ഷദ് വരുമ്പോൾ. ഇത്രയും മനസ്സിലാക്കുക. ഹംസ വരുമ്പോഴുള്ള നിയമത്തിൻ്റെ പേരൊന്ന് വേറെയാണ്, അതിന് നീട്ടേണ്ട അളവ് ഒരലിഫ്. അതിനേക്കാളൊക്കെ നീട്ടേണ്ട സാധനമാണ് ഇത്. ഇത് ഈ അലിഫ് ലാം മീം ഇല്ലേ, അവിടെയും സെയിം വിഷയം തന്നെയാണ് വരുന്നത്. അവിടെയും മദ്ദുൽ ലാസിമാണ്. അത് മദ്ദുൽ ലാസിമിന് കുറേ വിഭാഗങ്ങളുണ്ട്, ഏകദേശം 4ഓളം വിഭാഗങ്ങളുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും മനസ്സിലാക്കുക. സാധാരണ നീട്ടുന്നതിനേക്കാളൊക്കെ എന്ത് ചെയ്യണം? ഇതിനെ നീട്ടണം. ഓക്കെ. അർ റഹ്മാൻ റഹീം, റഹീമിൽ നിർത്തുമ്പോൾ നീട്ടലല്ലേ? ഏത് നീട്ടലാണ്? അർ റഹ്മാനിയുടെ ആണോ? ഞാൻ ആദ്യം ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓത്തിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ മദ്ദിൻ്റെ അളവൊക്കെ പറയുമ്പോഴും ഓരോരുത്തരും ഓത്തിൻ്റെ സ്പീഡ് വ്യത്യാസമാണ്. ആ വ്യത്യാസം അനുസരിച്ചാണ്. നിങ്ങളിപ്പം വളരെ സ്ലോ ഓതുന്ന ആളാണ്, നിങ്ങൾ ചിലപ്പോൾ 2 അലിഫായിരിക്കും നീട്ടുന്നത്. പക്ഷെ അതേ സ്ഥലം തന്നെ വേറൊരു വ്യക്തി കുറച്ചും കൂടി സ്പീഡിലാണ് ഓതുന്നത് എങ്കിൽ 2 പേരുടെ ഇതിനും 2 അലിഫാണ് നീട്ടുന്നത് എങ്കിലും ഡ്യൂറേഷനിൽ എന്ത് ചെയ്യും? വ്യത്യാസം ഉണ്ടാകും. ഇതുപോലെ തന്നെ നിങ്ങൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മൊത്തത്തിലൊരു ആയത്ത് ഓതുമ്പോൾ എടുക്കുന്ന സമയമല്ല മറ്റാൾ എടുക്കുന്നത്. ആ വ്യത്യാസം എവിടെയും വരും, മദ്ദിലും വരും, നീട്ടുന്നതിൽ വരും. അപ്പം നമ്മൾ കേൾക്കുന്ന ആൾ വളരെ സ്ലോയിൽ ഓതുന്ന ആളാണെങ്കിൽ ചിലപ്പം കുറച്ചധികം നീട്ടുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇയാൾ പരിധി അധികം നീട്ടി. അങ്ങനെയല്ല, അയാൾ ഓത്തിനനുസരിച്ചിട്ടാണ് അയാൾ നീട്ടുന്നത്. ടു ഒക്കെ തന്നെ വിഷയം. ഓക്കെ, ബുദ്ധിമുട്ടുണ്ടോ? ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, അത് ഓഫാക്കണം. അതിന് സിസ്റ്റം എനിക്കറിയില്ല. അത് നിന്നോട്ടെ, മറ്റേത് ഓഫാക്കിയാൽ മതി. അവിടെ എന്തോ ഒരു ഓഫാക്കണ്ട. ഓക്കെ, അപ്പം ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായി. ഒന്ന് ളാദെന്ന അക്ഷരം ഒന്ന് ക്ലിയർ ആക്കണം. 2 നീട്ടൽ പരിധിയിൽ കുറച്ചും കൂടെ എന്ത് ചെയ്യണം? സാധാരണ നീട്ടുന്നതിനെക്കാട്ടിൽ കൂടുതൽ നീട്ടുക. ഓക്കെ, ഇനി അടുത്ത അപ്പോൾ ഏത്? ലാസിമ് തന്നെ. ഇപ്പോൾ തീരെ സൗണ്ടില്ലല്ലോ. ഇത് കേൾക്കുന്നില്ലേ? നമ്മളെ വീഡിയോയ്ക്ക് വരുന്ന പ്രശ്നം വരുന്നേ ഉള്ളൂ. ഓക്കെ, പക്ഷെ ഇല്ല, ഞാൻ പറഞ്ഞില്ല 3-4 കാരണമാണ്. 3 കാരണം ഉണ്ടെന്ന് തന്നെ പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ. എല്ലാ സ്ഥലത്തും ഹംസ അല്ല വരിക എന്നുള്ളത്. ചില സ്ഥലത്ത് ഹുറൂഫുൽ മദ്ദിന് ശേഷം സുക്കൂൻ വരും, ചില സ്ഥലത്ത് ഷദ് വരും. ഇവിടെ നോക്കി, ഇവിടെ ഹംസ വന്നിട്ടുണ്ടോ? ഇവിടെ നമ്മൾ നീട്ടുന്നില്ലേ? ഇവിടെ ഹംസ വന്നതിൻ്റെ പേരിലല്ലോ നീട്ടുന്നത്. ഇവിടെ ഹുറൂഫുൽ മദ്ദിന് ശേഷം ഷദ് വന്നതിൻ്റെ പേരിലാണ് നമ്മൾ നീട്ടുന്നത്. 3 കാരണങ്ങളാണ്. ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ ക്ലിയർ അല്ലേ സൗണ്ട്? ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഹുറൂഫുൽ മദ് എന്ന് പറഞ്ഞത്.
ഇനി ആ ഹുറൂഫുൽ മദ് പഠിപ്പിക്കണം. ഹുറൂഫുൽ മദ് എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണം: ഫതഹിന് ശേഷം അലിഫ് വരിക, കസറിന് ശേഷം സുക്കൂണിലെ യാ വരിക, ലമ്മിന് ശേഷം സുക്കൂണിലെ വാവ് വരിക. ഇതാണ് ഹുറൂഫുൽ മദ്. ഈ ഹുറൂഫുൽ മദ്ദിന് എത്ര അളവ് നീട്ടേണ്ടത്? ഒരു അലിഫിലെ നീട്ടേണ്ടത്. ആ ഒരു അലിഫിനേക്കാൾ കൂടുതൽ നീട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസ സുക്കൂനോ ഷദ്ദ ഏതെങ്കിലും ഒന്ന് വരണം. അത് ഓരോന്ന് വരുമ്പോഴും വ്യത്യസ്ത അളവിലാണ് നീട്ടുക. എന്തായാലും ഒരു അലിഫിനേക്കാൾ കൂടുതൽ നീട്ടണം. ബസ് എക്സാമ്പിളൊക്കെ നമ്മൾ കുറേ വന്ന് പറഞ്ഞു തന്നെയാണ്. ഉദാഹരണത്തിന് സമാ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയ ഹുറൂഫുൽ മദ് ഏതാ? അവിടെ ഫതഹിന് ശേഷം വന്ന അലിഫ്, അതാണ് ഹുറൂഫുൽ മദ്. അതിനുശേഷം വന്നിരിക്കുന്നത് എന്താ? ഹംസ വന്നു. അപ്പം നേരത്തെ പറഞ്ഞ കാരണങ്ങൾ ഇവിടെ ഒരു കാരണമല്ലേ. അതുകൊണ്ട് ഇവിടെ നമ്മൾ സമാ നോദിയാൽ പോരാ. എങ്ങനെ ഓതണം? സമാ. അപ്പോൾ ഇപ്പം എത്ര കാരണങ്ങളായി? ഇതാണ് ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസ വരുന്ന ഒരു ഉദാഹരണമായി, ഹുറൂഫുൽ മദ്ദിന് ശേഷം ഷദ് വരുന്നതിന് ഉദാഹരണമായി. ഇനി ഏതാ ബാക്കിയുള്ളത്? സുക്കൂൻ വരുന്നതിൻ്റെ ഉദാഹരണം കൂടെ നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. ഇത് നോക്കിയേ, ഇതിപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ ഞാൻ നീട്ടുപത്ത ഇടാം. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാണ്. ഇവിടെ വന്നിരിക്കുന്ന ഈ അക്ഷരം ഏതാ? അല്ലാ, ഹംസ. എന്തുകൊണ്ട് ഹംസയായി? ഹർക്കത്ത് വന്നു. ഹർക്കത്ത് ഏതാ വന്നിരിക്കുന്നത്? നീട്ട് ഫതഹ്. ഇവിടുത്തെ ഖുർആനാണെങ്കിൽ ഫതഹ് ഇട്ടിട്ട് അലിഫ് ഇടുക ചെയ്യുക എന്തായാലും. ഇപ്പം ഇവിടെ ഹുറൂഫുൽ മദ് വന്നിട്ടുണ്ടോ? ഇല്ലേ? ഹുറൂഫുൽ മദ് ആയില്ലേ? എന്തുകൊണ്ട്? ഫതഹിന് ശേഷം അലിഫ് വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ. അതിനുശേഷം വന്നിരിക്കുന്നത് അക്ഷരം ഏതാ? ലാമിന് വന്നിരിക്കുന്ന ഹർക്കത്ത് ഏതാ? സുക്കൂന്. ഇപ്പം ഇവിടെ നമ്മൾ ആൽ ആന ഓതിയാൽ പോലെ. എങ്ങനെ ഓതണം? ആൽ ആന. എന്തുകൊണ്ട്? ഇവിടെ ഹുറൂഫുൽ മദ്ദിന് ശേഷം സുക്കൂൻ വന്നിട്ടുണ്ട്. ഇപ്പം മൂന്ന് കാരണങ്ങളായി. ഹുറൂഫുൽ മദ്ദിന് ശേഷം ഷദ് വന്ന ഉദാഹരണമായി, ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസ വന്ന ഉദാഹരണമായി, ഹുറൂഫുൽ മദ്ദിന് ശേഷം സുക്കൂൻ വന്ന ഉദാഹരണമായി. അല്ല അത് ഞാൻ നേരത്തെ ഇപ്പം ഞാൻ കുറേ നേരം കൊണ്ട് അതന്നെ പറയുന്നത്, എല്ലാ മദ്ദിൻ്റെയും നീട്ടൽ ഒരുപോലെയല്ല. സുക്കൂനിന് ഷദ്ദിനൊക്കെ വ്യത്യാസമുണ്ട്. ഓക്കെ. ഇനി ഹംസ വരുമ്പോൾ തന്നെ ഹംസ വ്യത്യസ്ത രീതിയിലുണ്ട്. മദ് മുത്തസിലും ഹംസ വരുന്നത്, മദ് മുൻഫസിലും ഹംസ വരുന്നത്. രണ്ടിൻ്റെയും അളവിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ അളവിലേക്ക് ഇപ്പോൾ കൂടുതൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട? ചർച്ചയെ ചെയ്യേണ്ട. നമ്മൾ ഇത്ര പറയുന്നുള്ളൂ. ഒരു അലിഫിനേക്കാൾ കുറച്ചധികം നീട്ടണം നമ്മളെവിടെ പറഞ്ഞു? ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പറഞ്ഞു. അവിടെയൊക്കെ നീട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ നീട്ടണം. ഇത്രയും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റോപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ചർച്ച വെറുതെ നീണ്ടുപോകും. ഓക്കെ. ഇനി അപ്പം ഒന്ന് ജസ്റ്റ് നോക്കി നോക്കിയേ. ഇവിടെ നിങ്ങൾ ഖുർആനിൽ മദ്ദിൻ്റെ എന്തെങ്കിലും അടയാളം കാണുന്നുണ്ടോ? വാദിൻ്റെ ആ ഭാഗത്ത് അല്ലേ? എങ്ങനെ ഈ ഖുർആനിലൊക്കെ എങ്ങനെയാണ് അതിൻ്റെ അടയാളം ഇട്ടിരിക്കുന്നത്? നീട്ടുന്നതിൻ്റെ രീതി അത് നമ്മൾ ഇവിടെ ഫതഹ്, അത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണക്റ്റഡ് ആണ്. വാദിന് വന്നിരിക്കുന്ന ഹർക്കത്ത് ഏതാ? ഫതഹാണ്. ഫതഹിൻ്റെ സൗണ്ട് എങ്ങോട്ടാണ് പോകേണ്ടത്? മുകളിലേക്ക് പോകണം. വാദ് എന്ന് പറഞ്ഞ അക്ഷരം എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്? അത് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് അങ്ങനെ വരാവൂ. മനസ്സിലായില്ലേ? വേറെ രീതിയിൽ നീട്ടാനേ പാടില്ലല്ലോ. അപ്പം ഒന്ന് നീട്ടി നോക്കിയേ. ഇതിനോ ഇത് മദ്ദിൻ്റെ അടയാളം, ഹർക്കത്തിൽ പെടുന്ന സാധനമല്ല. പ്രത്യേകിച്ചൊന്നുമില്ല, മദ്ദെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഖുർആനിലെ എല്ലാ മദ്ദുകളും ഏകദേശം ഒരേപോലെ ആയിരിക്കും. പക്ഷെ നമ്മളെ നാട്ടിലുള്ള ഖുർആൻ ഉണ്ടല്ലോ, നമ്മൾ സാധാരണ ഖുർആൻ ഹിഫ്ള് പഠിക്കാൻ, അവിടെ ഇതാണ് മദ്ദുകൾ തന്നെ, മദ്ദിൻ്റെ ഇടുന്ന അടയാളങ്ങളിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യാസം വരുന്നുണ്ട്. എന്തുകൊണ്ട്? നോക്കുന്ന ആൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ ഇത് ഏത് മദ്ദിൻ്റെ വിഭാഗത്തിൽ പെട്ടതാണെന്ന് അറിയിക്കാൻ. ചില സ്ഥലങ്ങളിൽ മദ്ദ് ഇങ്ങനെ ഇടും. ഏത്? ഇത് തെളിയുന്നില്ലല്ലോ മര്യാദക്കില്ലേ? വേറെ കളർ എടുത്ത് നോക്കി. ഈ മാർക്കറിൻ്റെ കാലാവധി കഴിഞ്ഞും തോന്നുന്നുണ്ട്. അതുണ്ട്, അതിനകത്ത് ഇവിടെ തന്നെ ഉണ്ട്. ഒരു മദ്ദ് ഇടുന്ന ശൈലി ഇതാ ഇങ്ങനെ ഇടും നമ്മുടെ നാട്ടിലെ ഖുർആനുകളിൽ. വേറൊരു മദ്ദിൻ്റെ അടയാളമാണ് ഇത് ഇങ്ങനെ. ഇപ്പം നമ്മളെ ഖുർആനിൽ ഇപ്പം നമ്മൾ വിട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇതാ ഉള്ളത്. രണ്ടിന് വ്യത്യാസം മനസ്സിലായോ? ഒന്ന് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു കുനിമ്പ ഉണ്ടാവുക, മറ്റേത് ഇതാ ഇങ്ങനെ ഉണ്ടാവും. പക്ഷെ അതിവിടെ നമ്മളെ ഖുർആനിൽ അതിന് പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഏതുപോലെ നമ്മൾ ഇഖ്ലാബിൻ്റെ സ്ഥലങ്ങളിൽ മീൻ വിഴത്തില്ലേ ഒരു അടയാളത്തിന് വേണ്ടി നിയമം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്,
അതേപോലൊരു അടയാളമാണത്. അപ്പം നീട്ടി നോക്കിയേ, വലദ്ദാല്ലി. ലാമിന് എന്ത് ചെയ്തിട്ടുണ്ട്? ശ്രദ്ധയുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കുക, എന്ത് ചെയ്യരുത്? കുറേ നേരം എന്ത് ചെയ്യരുത്? അവിടെ ആക്കരുത്. വലദ്ദാല്ലീൻ. വലദ്ദാലീനല്ല, അപ്പൊ ശ്രദ്ധായില്ല, ലാമിന് ശ്രദ്ധായില്ല. വാത് കറക്റ്റായി. എന്ത് ചെയ്യണം? കുറച്ചും കൂടെ നീട്ടിക്കോളൂ. വാത് കുറച്ചും കൂടെ നീട്ടിക്കോളൂ. വലദ്ദാലീൻ. നീട്ടിൽ പോരാ, ഒന്നും കൂടെ. ഇനി എൻ്റെ കൂട്ടത്തിൽ ഒരുമിച്ച് നീട്ടി. വലദ്ദാലീൻ. ഈ രീതി ഇത്രയും നീട്ടണം. ഓക്കെ. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? വാദ് എന്ന് പറഞ്ഞ അക്ഷരം, അതിനെ നീട്ടുന്നതിൻ്റെ അളവ്, പിന്നെ ഈ ലാമിന് ശ്രദ്ധയുണ്ട്. ലാമിന് ശ്രദ്ധയിൽ ഇതേ വിഷയം തന്നെ വരുന്നുണ്ട്. ഏത്? 2 അക്ഷരങ്ങളുടെ സ്ഥാനത്താണ്. നമ്മൾ ഓത്തിന്റെ സ്പീഡ് അനുസരിച്ച് 2 അക്ഷരങ്ങളുടെ സ്ഥാനത്താണ്. അത് കൂടാൻ പാടില്ല. ചില ആൾക്കാർ എന്ത് ചെയ്യും? അവിടെയും പരിധി അധികം എല്ലീന്നാക്കും. അതും പാടില്ല. ഇത്രേ. വലദ്ദാലീൻ. അത് വളരെ കുറച്ച് നീട്ടുന്നുണ്ടല്ലോ ആൾക്കാർ. നീട്ടിക്കോളി. ഇനി ഓരോരുത്തരെന്ന് പറഞ്ഞു നോക്കിയേ ഇൻഷാ അല്ലാഹ്. സൗണ്ട് കേൾക്കുന്നില്ലല്ലോ. ഓണല്ല. കുറച്ചും കൂടെ നീട്ടിക്കോളി. സായിസ കുറച്ചും കൂടെ നീട്ടിക്കോളി. ഓക്കെ. അടുത്ത ഒന്നും കൂടെ. ഓക്കെ. അടുത്ത അല്ലാ. നീട്ടുന്നതിൽ ഇത്ര വിഷ്കന്തിനാ? നീട്ടിക്കോളി. ഇനിയും കുറച്ചും കൂടെ നീട്ടാം. ഇപ്പോഴാണ് ഏകദേശം ട്രാക്കിലെത്തുന്ന് പറയാൻ പറ്റുന്നത്. നേരത്തെ നമ്മൾ നീട്ടിൽ കുറച്ച് കുറഞ്ഞു പോയി. ഇനി ആ രീതി തന്നെ നീട്ടി എന്ത് ചെയ്യണം? ശീലിക്കണം. വലദ്ദാലീൻ. ഓക്കെ. വലദ്ദാലീൻ. ഒന്നും കൂടി നീട്ടാനല്ല, അന്ന് ആ ലാമിന്റെ ശ്രദ്ധ വ്യക്തമാകാത്ത പോലെ തോന്നി. വലദ്ദാലീൻ. ഓക്കെ. വലദ്ദാലീൻ. ഓക്കെ. നമ്മൾ ദ്വാദിലെ വരുന്ന വിഷയം ഉണ്ടല്ലേ, അതൊന്ന് ക്ലിയർ ആക്കണം കേട്ടോ നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ ദിവസങ്ങളിൽ. ഒന്നും കൂടി. ഒരു പൊടിക്കും കൂടെ നീട്ടണം, കുഴപ്പമില്ല. ആ ദ്വാദങ്ങൾ ഇൻഷാ അല്ലാഹ് ഇപ്പൊ ശരിയായി വരുന്നുണ്ട്. കുറച്ച് നേരത്തെ കുറച്ച് ശരിയായിട്ടുണ്ട്. ഇപ്പൊ കട്ടിക്കൂടി. ദ്വാദ് കട്ടിക്കൂടി. ഇപ്പോഴും കൂടി. ലാമിന് ശബ്ദമുണ്ട്. പിന്നെ കുറച്ചും കൂടെ നീട്ടാനും ഉണ്ട്. നീട്ടിക്കോളി. ഇപ്പൊ വ്യത്യാസം മനസ്സിലായോ? കുറച്ചും കൂടെ. സാധാരണ ഒന്നുകൂടി. എവിടെയൊക്കെ ഒരു കട്ടി കൂടുന്നുണ്ട് ലാമിന്റെ. ഒന്നുകൂടെ. അതോ അതിന് ചെറിയൊരു കട്ടി കുറയ്ക്കണം ഇൻഷാ അല്ലാഹ്. പറയുമ്പോ നാക്ക് പുറത്തേക്ക് വരരുത്.
നാക്ക് പുറത്തേക്ക് വരും. ഓക്കെ, മാഷാ അല്ലാഹ്. നാക്ക് ഇത് ശ്രദ്ധിക്കാൻ കേട്ടോ. അത് പറയുമ്പോൾ നാവിൻ്റെ തുമ്പ് പുറത്തേക്ക് വരരുത്. നമ്മൾ കഴിഞ്ഞല്ലേ ഇവിടെ? ഇത് കഴിഞ്ഞല്ലേ? ഓക്കെ. അപ്പം അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഫാത്തിഹ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഇപ്പം നമ്മൾ വർക്കിൻ്റെ കാര്യം നമ്മൾ എല്ലാ ആഴ്ചയും പറയുന്നതാണ്. വർക്ക് അയക്കുന്ന ആൾക്കാർ മാഷാ അല്ലാഹ് എല്ലാ ആഴ്ചയും അയക്കുന്നുണ്ട്. അയക്കാത്ത ആൾക്കാർ ഡോക്ടർ സാഹിബ് ക്ലിയർ ആയിട്ട് ആക്കിയല്ലേ എപ്പോഴും? ഇൻഷാ അല്ലാഹ് അതും ശ്രദ്ധിക്കും നിങ്ങൾ. കാരണം നമ്മൾ വേറെ ആളെ കേൾപ്പിച്ചാലേ നമുക്ക് ആ പുരോഗതി ഉണ്ടാവുകയുള്ളൂ. നമുക്ക് ചില ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത് നമ്മളെ തെറ്റെവിടേക്കെന്ന് മനസ്സിലാക്കാം. അത് തിരുത്തി റെഡിയാവണമെന്നുണ്ടെങ്കിൽ വേറെ ആളെ കേൾപ്പിക്കുക അല്ലാതെ വേറെ ഒരു പരിഹാരമില്ല. ഇൻഷാ അല്ലാഹ് വർക്ക് കഴിഞ്ഞ പരമാവധി അയക്കാൻ നോക്കാം. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ എല്ലാ ദിവസവും ഫാത്തിഹ ഓതി അയക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലത്. കേൾക്കുന്ന എനിക്ക് യാതൊരു തടസ്സവും ഇല്ല. ഏറ്റവും ചുരുങ്ങിയത് ഒരു വട്ടമെങ്കിലും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എപ്പോഴും ഓരോ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. നമ്മൾ ഇനി എന്നെ കേൾപ്പിക്കുന്നില്ല എങ്കിൽ പോലും ഓരോ പ്രാവശ്യം നിങ്ങൾ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് എന്ത് ചെയ്യണം? പുരോഗതി ഉണ്ടാക്കണം. നമ്മൾ ഇത്ര നാൾ ശ്രദ്ധിക്കാതെ ഓതിയതുകൊണ്ട് അതിൻ്റെതായ പ്രയാസം ഉണ്ടാകും, സ്വാഭാവികമാണ്. എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് ഓതിയാൽ നമുക്ക് ആ മാറ്റം ഉണ്ടാകും. കംപ്ലീറ്റ് ഓതി അയക്കണം. ഇനി മുതൽ ഇപ്പോൾ ഫാത്തിഹ ക്ലിയർ ആയി ഫുള്ള്. അവിടെ നമ്മൾ ഇതൊക്കെ നമ്മൾ 8ഉം 10ഉം 15ഉം ഒക്കെ പ്രാവശ്യം പറഞ്ഞതാണ്. സിറാത്തല്ലദീൻ ഇന്നും പറഞ്ഞു. സിറാത്തല്ലദീൻ അൻഅംത അലൈഹിം നിർത്തിക്കോളി, കുഴപ്പമൊന്നുമില്ല. ചേർത്തോതാ നല്ല ശ്വാസമുള്ള ആളാണെങ്കിൽ ഓക്കെ. ഏത് സിറാത്തല്ലദീൻ അൻഅംത അലൈഹിം നിർത്തി. ഗൈറിൽ മഗ്ദൂബിൻ്റെ വലദ്ദാലിൻ്റെ ഇടയിൽ എന്ത് ചെയ്ത് നിർത്തരുത്. അതൊരു പ്രത്യേക കാര്യം. ഇന്ന് ഓതി കൂട്ടത്തിൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി. ചില ആൾക്കാർ ഇപ്പോൾ ഓതി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്നിട്ട് ശ്വാസം വിടും. അങ്ങനെ പാടരുത്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ അവിടെ ചേർത്തോതണം. നിർത്താൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ എവിടെ നിർത്തണം? സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്നതിൽ നിർത്തിക്കോളി. ഗൈറിൽ മഗ്ദൂബി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പിന്നെ ളാലീനിൽ കൊണ്ടെടുത്ത് നിർത്താവും. ഓക്കെ. പിന്നെ ഈ ളാലീന ഈ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നീട്ടുന്നുണ്ട് അല്ലേ? ലീൻ അല്ലേ നിർത്തുക, അല്ലാതെ ലീൻ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് നിർത്തുകയല്ലോ. എന്താ കാരണം? ഇവിടെ ഹുറൂഫുൽ മദ് വരുന്നില്ലേ? ഏതാ? കസറിന് ശേഷം സുക്കൂള യാ വന്നു. നമ്മളിവിടെ വഖഫ് ചെയ്യുമ്പോൾ നൂനിന് ഫതഹ മാറ്റി എന്താക്കുന്നുണ്ട്? സുക്കൂനാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാരണം വന്നു. ഹുറൂഫുൽ മദിന് ശേഷം ഹംസയോ സുക്കൂനോ ഷദ്ദോ വന്നാലെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? ഹുറൂഫുൽ മദിന് ശേഷം നിർത്തുമ്പോൾ നൂന് സുക്കൂൻ വരുന്നുണ്ട് അല്ലേ? ഇന്നുണ്ടല്ലോ നിർത്തുന്നത്, ഞാനല്ലല്ലോ നിർത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലീൻ ഒറ്റ അലിഫ് നീട്ടാതെ കുറച്ചുകൂടെ കൂട്ടി എന്ത് നിർത്തുന്നത്? ലീൻ. ഇത് ഏതുപോലെ തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അവിടെ നമ്മൾ നീട്ടിയിൽ നിർത്തുക. അതേപോലെ തന്നെ ലീൻ എന്നിടത്ത് എന്ത് ചെയ്യണം? അവിടെയും കുറച്ച് നീട്ടണം. ഒരു അലിഫ് നീട്ടിയാൽ പോരാ. ക്ലിയർ? ചേർത്തോതുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഇനി നമുക്ക് തൽക്കാലം ഇത് നിർത്തിയിട്ട് നമുക്ക് വഖഫിൻ്റെ നിയമം എന്ത് ചെയ്യാം? ഒന്ന് പഠിക്കാം. നിർത്താൻ ഉദ്ദേശിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ജസ്റ്റ് നോക്കി. ഓക്കെ. അപ്പോൾ നമ്മൾ നോട്ട് എടുക്കണം. നോട്ടുണ്ടോ കയ്യിലില്ലേ? എല്ലാവരും ഇത് നോട്ടില്ലേ? കുറേ നാളെ നമ്മൾ നോട്ട് എഴുതിയിട്ടില്ലേ? മാർക്കർ ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഇതെന്താണ് വായിക്കുക? വഖഫ്. വഖഫ് എന്ന് പറഞ്ഞാൽ എന്താ? അറബിയിൽ മലയാളത്തിൽ എന്താ പറയുക? നിർത്തുക. അതിനാണ് എന്ത് ചെയ്യുന്നത്? വഖഫ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഖുർആനിൽ പല സ്ഥലങ്ങളിലും വഖഫിൻ്റെ ചില പ്രത്യേക അടയാളങ്ങളുണ്ട്. ഉദാഹരണത്തിന് മീം പോലെ, ചില സ്ഥലത്ത് ജീമ് കാണും. നമ്മുടെ നാട്ടിലെ ഖുർആനിലാണെങ്കിൽ കുറച്ചധികം അടയാളങ്ങൾ കൂടുതലാണ്. ഇവിടുത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ വഖഫിൻ്റെ അടയാളങ്ങളുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അവിടുത്തെ നിയമം പാലിക്കുക. എവിടെ നിർത്തണം എന്നുള്ളത് ആ അടയാളത്തോടെ മനസ്സിലാക്കാം. എന്നാൽ ചില സ്ഥലങ്ങളിൽ വഖഫിൻ്റെ അടയാളങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് ശ്വാസം കിട്ടാത്തതിൻ്റെ പേര് നിർത്തേണ്ടി വരും. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? വഖഫിൻ്റെ അടയാളങ്ങൾ ഇല്ലാത്ത ചില സ്ഥലങ്ങളിൽ ശ്വാസം കിട്ടാത്തതിൻ്റെ പേരിൽ നമ്മൾ നിർത്തേണ്ടി വരും. അങ്ങനെ നിർത്തുമ്പോൾ നമുക്ക് തോന്നുന്ന പോലെ നിർത്താനുള്ള അവകാശമില്ല. ഖുർആനല്ലേ? അപ്പോൾ അതിന് ചില നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഓക്കെ.
അതൊക്കെയാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. വഖഫിൻ്റെ അടയാളങ്ങളുള്ള സ്ഥലമാവട്ടെ ഇല്ലാത്ത സ്ഥലമാവട്ടെ എന്ത് ചെയ്യണം, നിർത്തുന്നതിന് ചില നിയമങ്ങളുണ്ട്. തോന്നുന്നത് പോലെ നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് പറയുന്നത്, അതിൻ്റെ നിയമങ്ങളാണ് പറയുന്നത്. ഇപ്പം ഇനി ഇതിൻ്റെ അർത്ഥം ഇതാണോ, വഖഫ് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിലാണോ നിർത്തുക എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ വഖഫിൻ്റെ നിയമങ്ങൾ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഹെഡിങ് എഴുതുക. നിയമങ്ങൾ. ഓക്കെ, ഒന്നാമത്തെ നിയമം എന്താണെന്നറിയോ? ഞാൻ പറയുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടോളി. നിർത്താൻ ഉദ്ദേശിക്കുന്ന വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിലാണ് നിർത്തേണ്ടത്. ഒരാൾ നിർത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എവിടെ നിർത്തണം? ആ നിർത്താൻ ഉദ്ദേശിക്കുന്ന വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിലാണ് നിർത്തേണ്ടത്. എവിടെ നിർത്താൻ പാടില്ല? ആ വാക്കിൻ്റെ ഇടയിൽ കൊണ്ടുപോയി നിർത്താൻ പാടില്ല. വിഷയം മനസ്സിലായോ? ഖുറാനിൽ ചില വാക്കുകൾ കുറച്ച് ലോങ് ആയിട്ടുള്ള വാക്കുകളുണ്ട്. വാക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലായി, വേർഡ്, കലിമാത്ത്, വേർഡിൻ്റെ ഇടയിൽ കൊണ്ടുപോയി നിർത്താൻ പാടില്ല. ഓക്കെ, ഇപ്പം ഞാനൊരു ഉദാഹരണം ജസ്റ്റ് ഞാൻ എഴുതാം, നിങ്ങൾ ശ്രദ്ധിച്ചോളി. ഖുറാനിലെ ഏറ്റവും വലിയ വാക്ക് ഏതാ? ആർക്കെങ്കിലും അറിയോ? 11 അക്ഷരമുള്ള ഒരു വാക്കുണ്ട് ഖുറാനിൽ. ഞാൻ എഴുതാം. മാഷാ അല്ലാ. അത് ആരാ പാസ് കഴിഞ്ഞാൽ ആരാ പറഞ്ഞത്? അങ്ങ് പെട്ടെന്ന് മനസ്സിലായല്ലോ. നോക്കിയേ, ഫഅസ്ഖൈനാകുമൂഹു, ഇതാണ് ഖുറാനിൽ ഏറ്റവും വലിയ വേർഡായിട്ട് പറയപ്പെടുന്നത്. ഇത് ഒറ്റ വാക്കാണ്, 11 അക്ഷരങ്ങളുള്ള വാക്കാണ്. അപ്പോൾ ഒരാൾ എന്ത് ചെയ്യാണ്, ഖുറാൻ ഓതുകയെന്ന് വിചാരിക്കുക. ഇയാൾക്ക് ശ്വാസം കിട്ടിയിരുന്നില്ല എങ്കിൽ ഇയാൾ എന്ത് ചെയ്യാൻ പാടില്ല? ഫഅസ്ഖൈന എന്ന് പറഞ്ഞാൽ അവിടെ നിർത്താൻ പാടില്ല. എന്തുകൊണ്ട്? ഇതൊരൊറ്റ വാക്കായിട്ട് കണക്കാക്കുന്നതാണ്. ഒറ്റ വാക്കായിട്ട് അങ്ങനെന്തോ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ. ഇത് ഇപ്പോഴത്തെ കാഴ്ചയിൽ സമ്പദാർത്ഥത്തിൽ അറബിയിലും അങ്ങനെ തന്നെയാണ്. അസ്ഖൈന എന്ന് പറയുന്നതിൻ്റെ അർത്ഥവും കുമുഹു വേറെ ചേർക്കുന്നത് തന്നെയാണ്. പക്ഷേ ഖുറാൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഇത് ഒറ്റ പദമായിട്ട് കണക്കാക്കുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഒരാൾ ഓതുമ്പോൾ എന്ത് ചെയ്യരുത്? ഫഅസ്ഖൈന എന്ന് പറഞ്ഞ് നിർത്തരുത്. പിന്നെ എന്ത് ചെയ്യണം? പൂർത്തിയാക്കണം. ഇനി പൂർത്തിയാകത്തില്ല എന്ന് തോന്നുകയാണെങ്കിൽ തൊട്ട് മുമ്പുള്ള ഭാഗത്തിൻ്റെ അവസാനം നിർത്തണം. എവിടുന്ന്? നല്ല തെരണ്ടി പോലെ അച്ചാറ് മുക്കി തല്ലണം. ഓക്കെ, സംഭവം മനസ്സിലായോ? ഒരാൾക്ക് നേരത്തെ തോന്നുകയാണ് ഇത് പൂർത്തിയാക്കാനുള്ള ശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന് മുമ്പേ ഇത് പദമാണ്, അവിടെ നിർത്തണം. വിഷയം മനസ്സിലായോ? ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ വാക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യരുത്? ഇടയിൽ നിർത്തരുത്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. നിർത്താൻ ഉദ്ദേശിക്കുന്ന പദത്തിൻ്റെ അവസാനത്തെ അക്ഷരത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്, ഇടയിൽ നിർത്താൻ പാടില്ല. ഇടയിൽ എന്ന് പറഞ്ഞാൽ ഒരു വേർഡിൻ്റെ തന്നെ ഇടയിൽ നിർത്താൻ പാടില്ല. അപ്പം അത് എന്ത് ചെയ്യണം? എഴുതണം. പിന്നെ റായിൻ്റെ നിയമം എഴുതാൻ രണ്ടിനും പേജ് വിട്ടിട്ടുണ്ടല്ലോ അല്ലേ? കനപ്പിക്കേണ്ട അത് കുറേ സ്ഥലങ്ങൾ എഴുതാനുണ്ട്. അത് 1-2 പേജുകൾ വിടണം. രണ്ട് പേജ് വെച്ച് വിട്ടോളി. നിർത്താൻ ഉദ്ദേശിക്കുന്ന വാക്കിൻ്റെ അവസാന അക്ഷരത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? വഖഫ് ചെയ്യേണ്ടത്, നിർത്തേണ്ടത്. വാക്കിൻ്റെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. വാക്കിൻ്റെ ഇടയിൽ നിർത്തരുത്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ നിയമം. ഹെഡിങ് പിന്നെ ഇത് എപ്പോഴും ആക്കണ കാര്യമല്ലേ? നമുക്കിതേ അറിയുള്ളൂ, വേറൊന്നും അറിയില്ല.
ഓക്കെ, ഇതെഴുതി കഴിഞ്ഞാൽ ഞാൻ ഉദാഹരണം എഴുതുന്നില്ല, ജസ്റ്റ് ഇത് കാര്യം ഇതിനെന്നെ മനസ്സിലാവുമല്ലോ. ഇനി അടുത്ത നിയമം പറയട്ടെ. നിർത്താൻ ഉദ്ദേശിക്കുന്ന വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന്, ഇത് എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ്, ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അത് നിർത്താൻ ഉദ്ദേശിക്കുന്ന വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഇരട്ട ഫത്ഹ അല്ലാത്ത ഹർക്കത്ത് വന്നാൽ, കുറേ ഹർക്കത്ത് നമ്മൾ പഠിച്ചില്ലേ, അതിനകത്ത് ഇരട്ട ഫത്ഹ എന്തിൽ പെടുന്ന? തൻവീനിൽ പെടുന്നതാണ്. തൻവീൻ 3 ഉണ്ടല്ലോ, ഇരട്ട ഫത്ഹ, ഇരട്ട കസർ, ഇരട്ട ലമ്മ്. അതിൽ ഇരട്ട ഫത്ഹിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്, അതുകൊണ്ട് നമ്മൾ അതിനെ ഒഴിവാക്കുകയാണ്. ഇരട്ട ഫത്ഹ അല്ലാത്ത ഹർക്കത്ത് വന്നാൽ എന്താണ്? നിർത്താൻ ഉദ്ദേശിക്കുന്ന വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഇരട്ട ഫത്ഹ അല്ലാത്ത, ഇരട്ട ഫത്ഹ മനസ്സിലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. 2 ഫത്ഹ ഇടുന്നുണ്ടല്ലോ അല്ലേ? ആ ഹർക്കത്തല്ലാത്ത മറ്റ് ഹർക്കത്തുകൾ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? വഖഫ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ സുക്കൂൻ കൊടുത്ത് വഖഫ് ചെയ്യണം. വിഷയം മനസ്സിലായോ? അപ്പോൾ ചോദ്യം, ഇരട്ട ഫത്ഹ വന്നാൽ എന്താ ചെയ്യുക? അത് നമുക്ക് പറയാം. ഇരട്ട ഫത്ഹ അല്ലാത്ത ഹർക്കത്തുകളാണ് വരുന്നത് എങ്കിൽ എന്ത് ചെയ്യണം? അത് ഫത്ഹ ആവാം, കസ്റാവാം, ലമ്മാവാം, എന്തും ആകാം. എന്നാൽ ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി എഴുതുന്നില്ല, പക്ഷെ ഞാൻ കൂടുതൽ പറയുകയാണ്. നമ്മൾ നീട്ട് ഫത്ഹ, നീട്ട് കസർ, നീട്ട് ലമ്മ എന്നൊരു കൺസെപ്റ്റ് പറഞ്ഞു. നമ്മൾ ഇവിടുത്തെ ഖുറാനിൽ അത് കൂടുതൽ ബാധകമല്ല, നമ്മുടെ നാട്ടിലെ ഖുറാനിലാണ് അത് കൂടുതൽ ബാധകമാകുന്നത്. അപ്പം എന്ത് ചെയ്യണം? നമ്മുടെ നാട്ടിലെ ഖുറാൻ അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇരട്ട ഫത്ഹിൻ്റെ കൂട്ടത്തിൽ നീട്ട് ഫത്ഹും കൂടെ പറയണം. അഥവാ ഇപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലേ? പറഞ്ഞ് തീരുമ്പോൾ മനസ്സിലാവും. നാട്ടിലെ ഖുറാനിൻ്റെ അനുസരിച്ച് പറയുകയാണെങ്കിൽ നിർത്താൻ ഉദ്ദേശിക്കുന്ന വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഇരട്ട ഫത്ഹ്, നീട്ട് ഫത്ഹ് ഒഴികെയുള്ള ഹർക്കത്താണെങ്കിൽ, ഇരട്ട ഫത്ഹ്, നീട്ട് ഫത്ഹ് ഒഴികെയുള്ള ഏത് ഹർക്കത്താണെങ്കിലും എന്ത് ചെയ്യണം? ആ ഹർക്കത്തിനെ മാറ്റി സുക്കൂൻ കൊടുത്ത് വഖഫ് ചെയ്യണം. ഇത് പറയുമ്പോൾ എന്തോ സംഭവം തോന്നും, ഇത്രയേ ഉള്ളൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന എന്നല്ലേ? നൂൻ എന്താ ഹർക്കത്ത്? ഫത്ഹല്ലേ? ഇരട്ട ഫത്ഹും അല്ല, നീട്ട് ഫത്ഹും അല്ല. അതുകൊണ്ട് നമ്മൾ അവിടെ എങ്ങനെ നിർത്തിയത്? ആ ഫത്ഹ മാറ്റി സുക്കൂൻ കൊടുത്ത് നിർത്തി. വിഷയം മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. നിർത്താൻ ഉദ്ദേശിക്കുന്ന ഏത് സ്ഥലമാണോ ആ സ്ഥലത്തിൻ്റെ ആ വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഇരട്ട ഫത്ഹ്, നീട്ട് ഫത്ഹ് അല്ലാത്ത ഏത് ഹർക്കത്തായിക്കോട്ടെ, അല്ലാത്ത ഏത് ഹർക്കത്തിനെ കുറിച്ചാണ് ചർച്ച, ഏത് ഹർക്കത്തായിക്കോട്ടെ ആ ഹർക്കത്തിനെ മാറ്റി എന്ത് ചെയ്യണം? സുക്കൂൻ കൊടുക്കണം അല്ലേ? നസ്തഈനു എന്നാണ്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനു എന്നാണ്. ഖുർആൻ നോക്കിക്കോളി, നസ്തഈനു എന്നല്ലേ? ലമ്മാണ്. അവിടെ നമ്മൾ എങ്ങനെയാണ് വഖഫ് ചെയ്യുന്നത്? സുക്കൂൻ കൊടുത്തിട്ടാണ്. എന്തുകൊണ്ട് സുക്കൂൻ കൊടുക്കുന്നു? ഇത് ഏതിൽ പെടുന്നില്ല? ഇരട്ട ഫത്ഹിലും പെടുന്നില്ല, നീട്ട് ഫത്ഹിലും പെടുന്നില്ല. ക്ലിയർ? നസ്തഈനു ആണ്, നമ്മൾ നസ്തഈൻ എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇത് തന്നെയാണ് കസർ വന്നാലുള്ള അവസ്ഥ. നമ്മുടെ നാട്ടിലെ ഖുർആൻ അനുസരിച്ച് ഇരട്ട കസർ വന്നാലും ഇത് തന്നെ അവസ്ഥ, ഇരട്ട ലമ്മ് വന്നാലും ഇത് തന്നെ അവസ്ഥ. ഉദാഹരണത്തിന് ലഹു എന്നുള്ള സ്ഥലത്ത്, ഇത് നമ്മുടെ നാട്ടിൽ നീട്ടലമ്മായിട്ട് നമ്മുടെ ഖുർആനിൽ കാണുന്ന സാധനമാണ്. ഇവിടെയാണ് നിർത്തുന്നതെങ്കിൽ എങ്ങനെ നിർത്തുക? ലഹ് എന്ന് നിർത്താം, അല്ലാതെ ലഹു നീട്ടി നിർത്തരുത്. ക്ലിയർ ആയോ? നമ്മുടെ ഖുർആനിൽ ഇത് അതെന്ത് ചെയ്യില്ല, കാണത്തില്ല. നീട്ട് ലമ്മുള്ളടുത്താണെങ്കിൽ പോലും എന്ത് ചെയ്യണം? നിർത്തുമ്പം സുക്കൂൻ കൊടുത്ത് നിർത്തണം. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇരട്ട ഫത്ഹും നീട്ട് ഫത്ഹും വന്നാൽ നിയമം വേറെ. അതല്ലാത്ത ഏത് ഹർക്കത്തുകൾ വന്നാലും എന്ത് ചെയ്യണം? സുക്കൂൻ കൊടുത്ത് നിർത്തണം. ഇത് ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്കത് എഴുതാം. അത് ഞാനല്ലേ നീട്ട് ഫത്ഹിൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ തൽക്കാലം എഴുതുന്നില്ല. എന്തുകൊണ്ടാണ് ഞാൻ എഴുതാത്തത്? ഞാൻ നേരത്തെ എപ്പോഴും പറയുന്നുണ്ട്, ഈ നീട്ട് ഫത്ഹ, നീട്ട് കസർ, നീട്ട് നമ്മളുടെ കൺസെപ്റ്റ് നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഏരിയയിലേ ഉള്ളൂ. അറബി ഖുർആൻ അനുസരിച്ച് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം അത് ഒഴിവാക്കിയിട്ടാണ് എഴുതുന്നത്. ഏത് മാത്രമേ എഴുതുള്ളൂ? നീട്ട് ഫത്ഹ ആണ്, ഇരട്ട ഫത്ഹിൻ്റെ അകത്ത് മാത്രമേ ഉള്ളൂ. മറ്റേ നിങ്ങൾ എന്ത് ചെയ്യണം? മൈൻഡിലുണ്ടാവണം. നമ്മൾ ഇരട്ട ഫത്ഹ എന്ന് പറഞ്ഞ് നസ്റു എന്നിടത്ത് നസ്ർ നിർത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഓക്കെ. എന്തിനാ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളൂ? ഇരട്ട ഫത്ഹിനെയും നീട്ട് ഫത്ഹിനെയും മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ. ബാക്കി ഏത് വന്നാലും എന്ത് ചെയ്യണം? സുക്കുമെന്ന്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കാൻ ഞാൻ ഹർക്കത്ത് നേരത്തെ പ്രത്യേകം പറയുന്നുണ്ട്. എന്നാൽ ഒരു സ്ഥലത്ത് ലഹ എന്ന് വന്നു, ലഹ. ഇവിടെ നമ്മൾ എങ്ങനെ നിർത്തുക? ലഹ എന്നതിനെ നിർത്തണം. എന്തുകൊണ്ട്? ഇവിടുത്തെ അവസാനത്തെ അക്ഷരം ഏതാ? അലിഫാണ്. അലിഫിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഹർക്കത്തുണ്ടോ? ഇല്ല. ആ അലിഫിന് തൊട്ട് മുമ്പുള്ള ഫതഹിനോട് ചേർത്ത് ഇവിടെ നീട്ടിയാണ് നിർത്തേണ്ടത്. ലഹ.
ഇവിടെ അവസാനത്തെ അക്ഷരത്തിന് പ്രത്യേകിച്ച് ഹർക്കത്തൊന്നും വന്നിട്ടില്ല. ഇവിടെ എങ്ങനെ പോലും നിർത്തരുത്, ലഹ് എന്ന് നിർത്തരുത്. എന്തുകൊണ്ട്? ലഹ് എന്നുള്ളതല്ല, ഈ പദത്തിൻ്റെ അവസാനത്തെ അക്ഷരം ഹായല്ല, മറിച്ച് എന്താണ്? അലിഫാണ്. അലിഫാണ്. ആ അലിഫിന് മുമ്പ് എന്ത് വന്നിട്ടുണ്ട്? ഫതഹ് വന്നിട്ടുണ്ട്, ഹുറൂഫുൽ മദ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം? നീട്ടി വേണം നിർത്താൻ. ക്ലിയർ? ഇനി ജന്നത്തി അല്ലേ, ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നത്തി. ജന്നത്തി ഇവിടെ അങ്ങനെ നിർത്തുക, ഒരു അലിഫ് നീട്ടി ജന്നത്തി തന്നെ നിർത്തേണ്ടത്. എന്തുകൊണ്ട്? ഇവിടെ അവസാനത്തെ അക്ഷരം ഏതാണ്? യാ ആണ്, സുക്കൂണുള്ള യാ ആണ്. അങ്ങനെ തന്നെ നിർത്തുക. ഓക്കെ. ഇനിയിപ്പോൾ സുക്കൂൻ ഇട്ടിട്ടില്ലെങ്കിലോ നമ്മൾ എന്ത് മനസ്സിലാക്കണം? സുക്കൂനാണെന്ന് നമ്മൾ അത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ നിയമമാണ്. ഇരട്ട ഫതഹ്, പിന്നെ നമ്മൾ ഖുർആൻ അനുസരിച്ച് നീട്ട് ഫതഹ്. ഇതൊഴികെയുള്ള ഏത് ഹർക്കത്ത് വന്നാലും എന്ത് ചെയ്യണം? ഹർക്കത്ത് വന്നാലും സുക്കൂൻ കൊടുത്ത് നിർത്തണം. ഇനി ഓൾറെഡി സുക്കൂനുള്ളതാണെങ്കിലോ എത്ര സുഖം, നോർമൽ. ഉദാഹരണത്തിന് നശ്റഹ്, നശ്റഹ് എന്നുള്ള പദമാണ്. ഓൾറെഡി എന്താണ്? ഈ ഹായിന് സുക്കൂനാണ്. ഇവിടെ ഒരാൾ നിർത്താൻ ഉദ്ദേശിക്കുക, എങ്ങനെ നിർത്തിയാൽ മതി? നശ്റഹ്. അത് പറയേണ്ട ആവശ്യം പോലുമില്ല. ഓക്കെ. തീ, ജന്നത്തീ തന്നെ നിർത്തണം, അല്ല ജന്നത്ത് എന്നുകൊണ്ട് നിർത്തരുത്, കളയാൻ പാടില്ല. ഓക്കെ. അപ്പം ഞാനിനി നിർത്താൻ ഉദ്ദേശിക്കുന്ന വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് അത് നിങ്ങൾ എഴുതുക. ഞാൻ ഇവിടെ എഴുതുന്നില്ല. നിർത്താൻ ഉദ്ദേശിക്കുന്ന വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് അതെല്ലായിടത്തും പറയേണ്ട കാര്യമാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് ഡാഷിങ്ങിന് ഇടാം, അത് നിങ്ങൾ പൂർത്തിയായിക്കോളി. നിർത്താൻ ഉദ്ദേശിക്കുന്ന വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഇരട്ട ഫത്ഹ്. അത് ഇത്രയും എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് അത് എഴുതേണ്ടത്. നിർത്താൻ ഉദ്ദേശിക്കുന്ന വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് എന്നാണ്. അക്ഷരത്തിന് ഇരട്ട ഫത്ഹ്. ഇനി നിങ്ങൾക്ക് ഞാനിവിടെ ഇത്ര എഴുതുന്നുള്ളൂ. ബാക്കി എന്ത് മനസ്സിലാക്കണം? എന്തും കൂടെ ഇവിടെ ആഡ് ചെയ്യണം. നീട്ട് ഫത്ഹ്. അത് ഓക്കെ. ഇരട്ട ഫത്ഹ് ഒഴികെയുള്ള, നമ്മൾ പറഞ്ഞു ഇവിടെ എഴുതുന്നില്ല. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ എവിടെയെങ്കിലും സൈഡിൽ എഴുതി കൊടുക്കണമെങ്കിൽ എഴുതി കൊടുക്കാം. കാരണം ഇതിപ്പോൾ നമ്മൾ വീഡിയോയും കൂടെ ആയിട്ട് പോകുന്നതല്ലേ, വെറുതെ നമ്മൾ ഇരട്ട ഫത്ഹ് ഒഴികെയുള്ള ഏത് ഇരട്ട ഫത്ഹ് ഒഴികെയുള്ള ഏത് ഹർക്കത്ത് വന്നാലും ആ ഹർക്കത്ത് ഒഴിവാക്കി എന്ത് കൊടുക്കണം? സുക്കൂൻ കൊടുത്ത് വഖ്ഫ് ചെയ്യണം. നിർത്തണം. ഓക്കെ. ഇതിനൊന്നും ഉദാഹരണം എഴുതണ്ടല്ലോ, എല്ലായിടത്തുള്ള ഉദാഹരണങ്ങളായതുകൊണ്ട്. സെപ്പറേറ്റ് ഉള്ളത് നമുക്ക് പ്രത്യേകം എഴുതാം. ഇനി അടുത്തതിൽ നമുക്ക് ഉദാഹരണം എഴുതേണ്ടി വരും. ഇത് ക്ലിയർ അല്ലേ? ഇപ്പം രണ്ട് നിയമങ്ങളായി. ഒന്നാമത്തെ നിയമം എന്തായിരുന്നു? നിർത്താൻ ഉദ്ദേശിക്കുന്ന വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിലാണ് നിർത്തേണ്ടത്, വാക്കിൻ്റെ ഇടയിൽ നിർത്തരുത്. രണ്ടാമത്തെ എന്താണ്? നിർത്താൻ ഉദ്ദേശിക്കുന്ന വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഇരട്ട ഫത്ഹ് അല്ലാത്ത ബാക്കിയുള്ള ഹർക്കത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഹർക്കത്ത് മാറ്റി എന്ത് ചെയ്യണം? സുക്കൂൻ കൊടുത്ത് വേണം വഖഫ് ചെയ്യാൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു നിയമം കൂടെ പഠിക്കാം വഖഫായിട്ട്. നമ്മൾ ഇവിടെ ബാക്കി നമുക്ക് പിന്നത്തേക്ക് വെക്കാം. ഇനി അടുത്ത എന്തായിരിക്കും? സ്വാഭാവികമായിട്ട് എന്തായിരിക്കും അടുത്ത നമ്മൾ പഠിപ്പിക്കുക? ഇരട്ട ഫത്ഹ് വന്നാൽ എന്താ പഠിപ്പിക്കണം? ഇരട്ട ഫത്ഹ് നമ്മൾ ഒഴിവാക്കിയല്ലോ. ഈ ഇരട്ട ഫത്ഹ് വന്നാൽ എന്താ? നമ്മളെപ്പോഴും പറയുന്നതാണ്. ഏത് സൂറത്തുൽ കഹ്ഫ് നമ്മൾ എടുത്ത സമയത്ത് പറഞ്ഞു ഇവജൻ എന്നായിരുന്നു. അവിടെ നമ്മളെങ്ങനെ നിർത്തിയത്? ഇവജ. അപ്പോൾ ഇരട്ട ഫത്ഹ് വന്നാൽ എന്താ ചെയ്യേണ്ടത്? ഇരട്ട ഫത്ഹിനെ മാറ്റി ഫത്ഹ് കൊടുത്ത് ഒരു അലിഫ് നീട്ടി നിർത്തുക. അത്രയൊന്നും പറയണ്ട. ഏറ്റവും സിമ്പിളായിട്ട് എന്ത് പറയാം? ഇരട്ട ഫത്ഹുള്ളടുത്ത് ഒരു അലിഫ് നീട്ടി നിർത്തുക. ഇരട്ട ഫത്ഹുള്ളടുത്ത് ഒരു അലിഫ് നീട്ടി നിർത്തുക. വിശാലമായിട്ട് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇരട്ട ഫത്ഹുള്ളടുത്ത് ആ ഇരട്ട ഫത്ഹിനെ മാറ്റി ഫത്ഹ് കൊടുത്ത് നീട്ടി നിർത്തണം എന്ന് പറയാം. അത്രയും പറയണോ? ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവൂലേ? ഇരട്ട ഫത്ഹുള്ളടുത്ത് ഒരു അലിഫ് അതിൻ്റെ അളവ് നീട്ടണം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഉദാഹരണത്തിന് നമുക്ക് ഇബജൻ തന്നെ എടുക്കാം.
ഇവജൻ. ഇരട്ട ഫതഹ. ഇവിടുത്തെ അവസാനത്തെ അക്ഷരം ഏതാണ്? അവസാനത്തെ അക്ഷരം എവിടെ വന്നിരിക്കുന്നത്? അലിഫാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ അലിഫിന് പ്രസക്തി ഉണ്ടോ? ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ഇരട്ട ഫതഹിൻ്റെ കൂട്ടത്തിൽ വരുന്ന അലിഫ് ആയതുകൊണ്ട് നമ്മൾ അതിനെ പരിഗണിക്കുന്നില്ല. അപ്പോൾ ഇവിടുത്തെ അവസാനത്തെ അക്ഷരമായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് എന്തിനാണ്? ജീമിന്. ആ ജീമിന് ഹർക്കത്ത് ഏതാ വന്നിരിക്കുന്നത്? ഇരട്ട ഫതഹാണ് അല്ലേ? ഈ ഇരട്ട ഫതഹ വരുന്ന ഞാൻ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? ഒരു അലിഫിൻ്റെ അളവ് നീട്ടണം. ഏതിന്? ഏത് അക്ഷരത്തിനാണോ ഇരട്ട ഫതഹ വന്നത് ആ അക്ഷരത്തെ എന്ത് ചെയ്യണം? ഒരു അലിഫ് നീട്ടി നിർത്തണം. എങ്ങനെ? ഇവജ. ഓക്കെ. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഈ ഇരട്ട ഫതഹിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഫതഹ മാത്രം കൊടുത്ത് നീട്ടി നിർത്തുക ചെയ്യുന്നത്. ഒരു ഫതഹ കൊടുത്ത് എന്താ സംഭവിക്കുക? ഫതഹിന് ശേഷം അലിഫ് വന്ന് നീട്ടി നിർത്തുക. ക്ലിയർ? അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ പറയാം. രണ്ട് അലിഫ്, ഒരു അലിഫ് എന്ന് പറഞ്ഞാൽ രണ്ട് ഹർക്കത്തിൻ്റെ സ്ഥലം. അപ്പോൾ നമുക്ക് അത് എഴുതാം. ഇനി ഇത് വായിച്ചോട്ടെ. എനിക്ക് അതെനിക്ക് അപ്പം എല്ലാവരും നിർത്തുമ്പോൾ മാത്രമാണല്ലോ അത് വരുന്നത്. ഓക്കെ, ഇത് ഞാൻ വായിക്കട്ടെ. ഇനി അപ്പം ഇനി അടുത്ത നിയമം നമ്പർ എത്ര? 3 അല്ലേ? ഇവിടെ 2 ആയില്ലേ? ഇവിടെ ഞാൻ ഡാഷ് വിടുകയാണ്. അവിടെ എന്താ പൂരിപ്പിക്കേണ്ടത്? നിങ്ങൾ നിർത്താൻ ഉദ്ദേശിക്കുന്ന വാക്കിൻ്റെ എനിക്കളവുണ്ട്, നിങ്ങൾക്കളവില്ല, നിങ്ങൾ എഴുതിയേ പറ്റുള്ളൂ. ഓക്കെ. നിർത്താൻ ഉദ്ദേശിക്കുന്ന വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഇതെന്ത് ചെയ്യണം? പൂർത്തിയാക്കിക്കോളി. നിർത്താൻ ഉദ്ദേശിക്കുന്ന വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഇരട്ട ഫത്ഹാണെങ്കിൽ ആ അക്ഷരത്തെ, ഏതക്ഷരത്തെ? ഇരട്ട ഫതഹ എന്ന അക്ഷരത്തെ ഒരു അലിഫിൻ്റെ അളവ് നീട്ടി നിർത്തണം. ഉദാഹരണം. എപ്പോഴും വിഭജനം തന്നെ വേണ്ട, നമുക്ക് വേറെ ഉദാഹരണം എഴുതാം. മാഷാ അല്ലാ. നമ്മൾ സഫാൻക പറഞ്ഞ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കില്ല. ഇവിടെ നോക്കിയേ, അബദൻ എന്നാണ് അല്ലേ? അബദൻ എന്നാണ് ഉദാഹരണം എഴുതിയിട്ടുള്ളത്. ഏത് അവസാനത്തെ അക്ഷരം? ഇവിടെ ദാല് അല്ലേ? ദാലിന് എന്ത് ഹർക്കത്താവന്നിരിക്കുന്നത്? ഇരട്ട ഫതഹ്. അപ്പോൾ എന്ത് ചെയ്യണം? ആ ഈ ഇരട്ട ഫതഹ് എന്ന അക്ഷരത്തെ ഒരു അലിഫിൻ്റെ അളവ് നീട്ടി എന്ത് ചെയ്യണം? അബദ എന്ന് നീട്ടി നിർത്തണം. ഇനി എന്ത് ചെയ്യരുത്? മിസ്റ്റേക്ക് വരരുത്. ഓക്കെ, ഇതുവരെ വന്നോ? ഓക്കെ. അപ്പോൾ ഇനിയും വഖഫിനുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ഒരിക്കൽ ചർച്ച ചെയ്യാം. തൽക്കാലം നമുക്ക് നിർത്താം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഇൻഷാ അല്ലാഹ് ധൈര്യമായിട്ട്